അതെ, അവനൊരിക്കലും അത് ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അതൊക്കെ ചെയ്തത് ഞാനാണ്. മോനെ, ഹോബി, നീ എന്താ പറയുന്നത്? നീയോ? അതെ പപ്പ, ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നാ അവൻ്റെ വിശ്വാസം. അവനോട് ഞാൻ ഒരുപാട് പറയാൻ നോക്കിയതാ, പക്ഷേ അവനൊരിക്കലും എന്നെ വിശ്വസിക്കില്ല. അതെനിക്കറിയാം. ഹോബിച്ചായ, അന്ന് സത്യത്തിൽ എന്താ അവിടെ നടന്നേ? എന്താണ് കാര്യങ്ങളൊക്കെ തെളിച്ചൊന്ന് പറയേ. അന്ന് ഫെലിക്സ് വിളിച്ചിട്ടാ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അവൻ വിളിച്ച് നിച്ചുവിന് സുഖമില്ല എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ അങ്ങോട്ട് വേഗം പോരുമായിരുന്നു. അതുകൊണ്ട് തന്നെ റെക്സിക്ക് ഇവിടെ നിങ്ങളോട് ആരോടും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലെക്സി, എന്താടാ, എന്താ നിച്ചുവിന് പറ്റിയേ? അവളെവിടെ? നീ എന്തൊന്നും പറയാത്തേ? ഫെലിക്സേ, എന്താടാ പറ്റിയേ? നിങ്ങളാരും ടെൻഷനാവൊന്നും വേണ്ട. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് തലമിനി വീണു. ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോൾ ഓക്കെയാണ്. എന്നിട്ട് അവളെവിടെ? അവളിപ്പോൾ ഉറങ്ങുകയാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേടാ ഫെലിക്സ്? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. എന്നാ റെക്സി, ഞാനൊന്ന് ചെല്ലട്ടെ. ആകെ ടയേർഡായിരുന്നു. ഇനി ഇന്ന് നൈറ്റ് പറ്റുവാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറണം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും കേട്ടോ. ശരിടാ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം. നീ പൊക്കോ. ബെന്നി, എന്താടാ? നിനക്ക് നിച്ചുവിനെ ഇഷ്ടമാണോ? അതെന്താടാ അങ്ങനെ ചോദിക്കുന്നത്? അവളെ ആർക്കാ ഇഷ്ടമില്ലാത്ത? എനിക്കിഷ്ടമാണല്ലോ. എങ്ങനത്തെ ഇഷ്ടം? നിങ്ങൾ അഫെയർ? നീ എന്താ പറയുന്നേ? ഞങ്ങൾ അങ്ങനെ, ഞാൻ അവളെ എൻ്റെ സിസ്റ്ററെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അവളും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ റിലേഷനൊന്നുമില്ല. നീ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നു. ആണല്ലേ? എന്നാ ഓക്കെടാ, നീ പൊക്കോ. റെക്സി, നമുക്കൊന്ന് പുറത്തു പോയാലോ? കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടായിരുന്നു. എന്താടാ, നീ ഒന്നും പറയുന്നില്ലല്ലോ? എന്തു പറ്റി? നിച്ചുവിനെ പറ്റിയാണോ നിനക്ക് പറയാനുള്ളത്? എനിക്ക് അവളെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഷീസ് പ്രഗ്നൻറ്റ്. അവള് 2 months പ്രഗ്നൻ്റ് ആണ്. വാട്ട്? നീ എന്താ പറയുന്നേ? അവളെങ്ങനെ? എടാ, അവള് ഒരാളുമായിട്ട് റിലേഷനിലാണ്. ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. എടാ, ആരുമായിട്ട് അവൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ അവൾക്ക് എന്നോട് തുറന്നു പറയാലോ. അതിനുള്ള ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ലേ? ആരുമായിട്ടാ? ആരാടാ? എടാ, നമുക്ക് അറിയുന്ന ആൾ തന്നെയാ. എടാ, എനിക്ക് മനസ്സിലായില്ല. ആരാ? അത് ബെന്നിയുമായിട്ട്. വാട്ട്? ബെന്നിയോ? നോ, അതൊരിക്കലും ഉണ്ടാവില്ല. അവൻ എന്നോട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും മറച്ചു വെക്കത്തുമില്ല. മാത്രല്ല, അവൻ അവളെ സിസ്റ്ററായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ? എടാ, ഞാൻ സത്യാ പറയുന്നേ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൾ പ്രഗ്നൻ്റാ. ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് അവൾ തളർന്ന് വീണിട്ടാ. അവൾ സൂസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. നീ എന്താ ഈ പറയുന്നേ? അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാൻ അവളെ വായിക്ക് പറയുന്നു കരുതിയിട്ടാണോ? അത് മാത്രമല്ലടാ, വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. ബെന്നിക്കിപ്പോ അവളെ വേണ്ട. അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നാ അവള് പറയുന്നേ. അവള് പ്രഗ്നൻ്റ് ആയ കാര്യമൊന്നും അവൻക്കറിയില്ല. നീ എന്തൊക്കെ റബിഷായി സംസാരിക്കുന്നേ? പിന്നെ ഈ ഒരു കാര്യത്തിൽ നിച്ചു കള്ളം പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ പ്രഗ്നൻ്റ് ആണ്. അവൾ സൂസൈഡിന് ശ്രമിച്ചു. ഇപ്പോൾ ഞാനൊരുവിധം സമാധാനിപ്പിച്ചിട്ടാ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൾക്ക് നിന്നെ പേടിയാ. മാത്രമല്ല, എല്ലാം പറഞ്ഞ് റെഡിയാക്കി കൊടുക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഒരിക്കലും നിന്നോട് ഇതേപ്പറ്റി സംസാരിക്കില്ല.
നമുക്ക് പേടിയാടാ നിന്നെ. എടാ എന്നാലും ബെന്നി അങ്ങനെയൊക്കെ ചെയ്യോ? നമുക്ക് നമ്മുടെ നിച്ചു പറയുന്നല്ലേ വിശ്വസിക്കാൻ പറ്റൂ. അവൾ ഈ കാര്യത്തിൽ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് അവനാണെന്ന്. ഇത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നീ അവനോടൊന്ന് സംസാരിച്ച് നോക്ക്. അതേ പറ്റുള്ളൂ. എന്തായാലും നിച്ചു നമ്മളോട് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അവനെ കണ്ട് സംസാരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനക്ക് എന്നോട് പറയാലോ. അതിനുള്ള ഫ്രീഡമൊക്കെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തായാലും സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ നീ ഇതേപ്പറ്റിയൊന്നും അവളോട് സംസാരിക്കാൻ പോകണ്ട. അല്ലെങ്കിലേ അവൾ ടെൻസ്ഡാണ്. ഡോക്ടർ പറഞ്ഞത് അവളെ ഇനി അധികം പ്രഷർ ചെയ്യിക്കേണ്ടെന്ന്. ഇല്ലടാ, ഞാൻ അവളോട് ഇതേപ്പറ്റിയൊന്നും ചോദിക്കില്ല. അങ്ങനെ ഫെലിക്സ് പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് അവൻ എന്നെ കാണാൻ വന്നു. ആടാ, ഞാനിതപ്പം വരാം. എന്താ റെക്സി, കുറെ നേരമായല്ലോ. എന്തോ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? കാര്യം എന്താടാ? ബെന്നി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? അത് ശരി. എപ്പോഴാടാ നിന്നോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുള്ളത്? നീ ചോദിക്ക്. എടാ, നീയും നിച്ചുവും തമ്മിൽ എന്തെങ്കിലും റിലേഷനുണ്ടോ? അതെ, ഉണ്ട്. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നീ കരുതുന്ന പോലെ ഒന്നുമല്ല. അവൾ എനിക്ക് എൻ്റെ സിസ്റ്ററാണ്. അതുപോലെ തന്നെ അവൾക്ക് ഞാനൊരു ബ്രദറും. അല്ലാണ്ട് വേറൊരു രീതിയിൽ ഞാൻ അവളെ എന്നെയോ കണ്ടിട്ട് പോലുമില്ല. ഇത് നല്ല കൂത്ത്. ഇന്നലെ ആ ഫെലിക്സ് ഇത് തന്നെ എന്നോട് ചോദിച്ചത്. എന്താടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത്? എടാ സത്യം പറയേ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനും ഇല്ലേ? എങ്ങനെ ഒരു റിലേഷന്? ഞാൻ പറഞ്ഞ ഈ റിലേഷൻ മാത്രമേ എനിക്ക് അവളോടുള്ളൂ. നിനക്കെന്താണ് എന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ? ഞാനെന്താ നിന്റെ പെങ്ങളോട് മോശമായിട്ട് വല്ലതും പെരുമാറുന്നത് നീ കണ്ടോ? അതുകൊണ്ടല്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോ. എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നീ എന്നോട് നീയും ഒളിപ്പിച്ചു വെക്കല്ലേ. എടാ, ഞാൻ എന്ത് ഒളിപ്പിച്ചു വെക്കാനാ? നീ എന്തേ പറയുന്നത്? നിന്റെ പെങ്ങളെന്നാ എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പെങ്ങളെ പോലെയല്ല, പെങ്ങള് തന്നെയാ. പിന്നെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ദേഷ്യം വരും. നിനക്കിപ്പോൾ എൻ്റെ പെങ്ങളെ വേണ്ടല്ലോ. അതുകൊണ്ടല്ല അവള് ഇന്നലെ സൂയിസൈഡിന് ശ്രമിച്ചത്. വാട്ട്? നീ എന്താ പറയുന്നേ? നിച്ചു സൂയിസൈഡിന് ശ്രമിച്ചെന്നോ? എന്തിനെന്ന് നിനക്കറിയില്ലേ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അവളെ വേണ്ടാന്ന് നീ അവളോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെയാ. മാത്രല്ല അവളിപ്പോ 2 മാസം പ്രഗ്നന്റാ. നീ എന്തൊക്കെ പറയുന്നേ? നിച്ചു പ്രഗ്നന്റ് ആണെന്നോ? അതെ, ഞാൻ പറയുന്നതൊക്കെ സത്യാ. ഇന്നലെ അവളെ എൻ്റെ മോള് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. നീ വേണ്ടാന്ന് പറഞ്ഞപ്പോ മനം നൊന്ത് ചെയ്തതാ എൻ്റെ മോള്. ഇതൊക്കെ അവള് നിന്നോട് പറഞ്ഞോ? നീ എന്തൊക്കെയാ പറയുന്നത് റെക്സി? അതും ഇതും എങ്ങും തൊടാതെ നീ സംസാരിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ പെങ്ങള് പറഞ്ഞത് തന്നെയാ ഇത്. നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരുന്നു. നിനക്കിപ്പോൾ അവളെ വേണ്ടാന്നു. ആര്? നിച്ചു അങ്ങനെ പറഞ്ഞോ? ആ, അവൾ അങ്ങനെ പറഞ്ഞു. ആ, അതവളോട് എനിക്കൊന്ന് ചോദിക്കണല്ലോ. അവൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ അവളെ എൻ്റെ സിസ്റ്റർ പോലെ കണ്ടിട്ടുള്ളത്. എൻ്റെ ഏത് നോട്ടത്തിലും ഭാവത്തിലാ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയിട്ടുള്ളതെന്ന് എനിക്ക് അവളോട് ചോദിക്കണം. നീ ഇനി ഒന്നും പറയണ്ട. നീ എൻ്റെ പെങ്ങളെ കെട്ടിയേ പറ്റൂ. അവളെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളയാന്ന് നീ വിചാരിക്കണ്ട. റെക്സി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇവിടെ എനിക്ക് എൻ്റെ പെങ്ങളല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവളൊരിക്കലും ഈ കാര്യത്തിൽ കള്ളം പറയില്ല. അപ്പോ ഞാനെങ്ങനെ കള്ളം പറയുന്നാണോ? നീ എന്നെ പറ്റി അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്? എനിക്ക് അവളോട് അങ്ങനെ ഇഷ്ടം തോന്നിയാൽ നിന്നോടായിരിക്കും ഞാൻ ആദ്യം പറയാ. അത് നിനക്കറിയോ? ഇനഫ്. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ എൻ്റെ പെങ്ങള് പറഞ്ഞതാണ് ശരി. അതേടാ, നിന്റെ പെങ്ങള് പറഞ്ഞത് തന്നെയാ ശരി. ഇനി ഞാനായിട്ടൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ എന്ത് ചെയ്യും? പോയി കേസ് കൊടു.
നിന്റെ പെങ്ങളെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന് നീ കരുതണ്ട. അവളെ എനിക്ക് വേണ്ട. അവളെ നീ തന്നെ കെട്ടും. കാണോ നിനക്ക്? അതൊന്ന് കാണല്ലോ. നീ എന്താ വിചാരിച്ച് നിന്റെ പെങ്ങള് അവിടെ ഇവിടെ പോയിട്ട് ഒരു ഗർഭമുണ്ടാക്കി വന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാനോ? ഡാ, തൊട്ടുപോകരുത് തന്നെ. നീ എന്നെ തല്ലിയല്ലേ? അതും നിനക്ക് എന്നോട് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പം മനസ്സിലായി. നിന്റെ പെങ്ങളെ ഞാൻ അത്രയും പൊന്നുപോലെയാണ് നോക്കിയത്. അതിന് നീ എനിക്ക് തന്ന സമ്മാനം കൊള്ളാം. എന്തായാലും കൊള്ളാം. ഇതിനുള്ളത് എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളെ ഒന്ന് കാണട്ടെ. ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് അവളെ കൊണ്ട് തന്നെ നിന്റെ മുന്നിൽ ഞാൻ പറയിപ്പിക്കും. നീ അങ്ങ് ചെല്ലേ. അവളെല്ലാം ഞങ്ങളോട് പറഞ്ഞതാ. അവളങ്ങനെ പറയട്ടെ. എന്റെ മുന്നിലെങ്ങാനും പെട്ട അവളെ പച്ചക്ക് ഞാൻ കത്തിക്കും. ഹെക്ടറാ പറയുന്നേ. ഡാ, നീ എന്നെ പെങ്ങളെ തൊടില്ല. കാണിച്ചു തരാടാ. നമുക്ക് നോക്കാം. എന്തായാലും ആങ്ങളും പെങ്ങളും എനിക്ക് തന്ന സമ്മാനം കൊള്ളാം. ഒത്തിരി ഇഷ്ടായി. ഇന്നത്തോടെ തീർന്നു. ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് നീ. ഇല്ലടാ, ഇത്ര നേരം എന്റെ മനസ്സിൽ നിന്നെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു. പക്ഷെ നിന്നെപ്പോലെ ഒരു ചീറ്റർ എന്റെ പെങ്ങൾക്ക് വേണ്ട. ഓ, സന്തോഷം. പക്ഷെ ഞാനങ്ങനെ അവളെ വെറുതെ വിടില്ല. എന്നെ പറ്റി പറഞ്ഞു നടന്നതല്ലേ. അവളെ കാണുന്നുണ്ട് ഞാൻ. എന്റെ മുന്നിന്നും അവൾ ഇതുപോലെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. പച്ചക്ക് ഞാൻ കത്തിക്കും. അവളെ ഞാൻ അങ്ങനെയാ കൊണ്ടു നടന്നു. എനിക്കെന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് വേണം നിന്റെ അടുത്ത് എനിക്ക് ഒരു വട്ടം കൂടി വരാൻ. അതായിരിക്കും നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച. ഓർത്തോ നീ. റെക്സി, ഇനി എന്താ നിന്റെ പ്ലാൻ? അവനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടോ? ഹേയ്, നെവർ. അവനെ പോലൊരു ചീറ്ററെ എൻ്റെ മോക്ക് ഇനി വേണ്ട. അവളെ ഇനി ആരും ഏറ്റെടുക്കാതെ ഇവിടെ എൻ്റെ കൂടെ നിന്നാലും എനിക്കത് പ്രശ്നമില്ല. റെക്സി, ഞാനൊരു കാര്യം പറയട്ടെ. നിച്ചുവിനെ ഞാൻ വേണ്ട. അത് വേണ്ട. നീ ഒരു കാര്യം മറക്കുന്നു ലക്സി. നിന്നെ പ്രതീക്ഷിച്ച് നേഹ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നീ ഒരിക്കലും മറക്കരുത്. എടാ, എനിക്ക് അവളെക്കാളൊക്കെ ഇമ്പോർട്ടൻ്റാ നിച്ചു. അത് പാടില്ല. അതൊരിക്കലും പാടില്ല. അതെങ്ങനെയാ നിനക്ക് നേഹനേക്കാൾ നിച്ചു പ്രാധാന്യമാവുന്നത്? നോ, അത് പാടില്ല ലക്സി. വേറൊന്നുകൊണ്ടല്ല. ഒരു പെണ്ണിൻ്റെ കണ്ണീര് വീഴ്ത്തിയിട്ടാവരുത് എൻ്റെ പെങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലാവും. നീ എന്തുദ്ദേശത്തോടാണ് പറഞ്ഞതും. നിൻ്റെ ഈ നല്ല മനസ്സിന് ഒരുപാട് താങ്ക്സ്. പക്ഷെ അത് വേണ്ടടാ. ഓക്കേടാ, എല്ലാം റെഡിയാവും. ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. നിച്ചു എൻ്റെ പെങ്ങൾ തന്നെയാണ്. പിന്നെ അവളെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ ലൈഫിൽ തോറ്റു പോവില്ലേടാ. എനിക്കെല്ലാം മനസ്സിലായി. ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. ആടാ, ഞാൻ പുറത്തുണ്ടാവും. നീ വിളിക്ക്. അന്ന് ഞാനും റെക്സിയും ഒരുപോലെ തകർന്നിട്ടുണ്ടായിരുന്നു. അവനോടുള്ള ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം എന്നൊരു ഭ്രാന്തനാക്കി മാറ്റിയെന്ന് തന്നെ പറയാം. എന്നാലും എല്ലാ സത്യങ്ങളും എനിക്ക് അറിയണമായിരുന്നു. അവന് മുന്നിൽ തെളിയിച്ചു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ നിച്ചുവിനെ കാണാൻ പോയി. പോകുന്ന വഴിക്ക
അവളുടെ യഥാർത്ഥ കാമുകനെ ഞാൻ കണ്ടുമുട്ടിയത്. സത്യം പറഞ്ഞാൽ അവനായിട്ട് എൻ്റെ അടുത്ത് വന്നതായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അപ്പോഴെനിക്കൊരു സംശയം ബാക്കിയായി. എന്തിനാ നിച്ചു അങ്ങനെ ഒരു കള്ളം അവനോട് പറഞ്ഞത്? അതറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് കൂടുതൽ നേരം ഞാൻ അവിടെ നിന്നില്ല. അവിടെ നിന്ന് പോന്നു. റെക്സി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രത്തോളം ജീവനാ ആ കിടക്കുന്ന 2 പേരെന്ന് എനിക്ക് മാത്രമല്ല അറിയൂ. പക്ഷേ ഞാൻ നെട്ടിയത് പിറ്റേന്നാണ്. ന്യൂസ് പേപ്പറിലൊക്കെ ഈ മർഡർ ചെയ്തത് ആരാന്നറിയോ? റെക്സിയുടെ പേരിലാണ് എല്ലാ കുറ്റവും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് ഞാൻ ഷോക്കായി. എന്താ അവിടെ നടന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കണ്ടതെന്തോ അത് കണ്ടിട്ട് തന്നെയാ റെക്സി അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ പിന്നെ എങ്ങനെ അവനിതിൽ പ്രതിയായിന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പറിലൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നു. വിവാഹം കഴിയാത്ത പെങ്ങളെ ഗർഭിണിയായതിനെ തുടർന്ന് സഹോദരൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തടയാൻ ചെന്ന അമ്മയെ കത്തിയെടുത്ത് കുത്തി. ഇതായിരുന്നു പിറ്റേന്ന് വന്ന ലേറ്റസ്റ്റ് ന്യൂസ്. ഇതൊക്കെ കണ്ട് ഞാനും ഷോക്കായി. എങ്ങനെയാണ് അത് അവൻ്റെ തലയിൽ വന്നെന്ന് ഒരു പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ജയിലിലാണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അവനെ കാണാൻ പോയതാ. എൻ്റെ നിരപരാധിത്വം ഒരുപാട് തവണ അവൻക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നോക്കിയതാ. പക്ഷെ അവനെന്നെ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവിടെയും അവൻ എന്നെ സംശയിച്ചു. അവനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അറിയാതെ ആണെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ സത്യമായി പോയില്ലേ? അപ്പോൾ അവൻ എന്നെ തന്നെയല്ലേ സംശയിക്കൂ? അത്രയും പാവമായിരുന്ന റെക്സി ജയിലിൽ നിന്നാണ് അവനക്കൊരു കൂട്ട് കിട്ടിയത്. അയാൾ വഴിയാണ് അവന് ഈ കാണുന്ന മുംബൈയിലെ കിങ് ആയത്. അയാളുമായി ബന്ധം സ്ഥാപിച്ചത് തന്നെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അങ്ങോട്ട് ജയിലിൽ നിന്ന് അവൻ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ നിരപരാധിത്വമൊക്കെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു. കാരണം അന്ന് കത്തിക്കുത്തേറ്റ അവൻ്റെ അമ്മ മരിച്ചിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമായിരുന്നു. അവരൊന്ന് റിക്കവറായി വന്നപ്പോൾ അവരുടെ മൊഴിയെടുത്തു. റെക്സി അല്ലാതെ ചെയ്തതെന്ന് മാത്രമേ ആ അമ്മക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്ക് അവർ മരിച്ചു. പക്ഷേ ആ ഒരൊറ്റ മൊഴിയുടെ പേരിൽ അവൻ നിരപരാധിയാണെന്ന് കോടതിക്ക് തെളിഞ്ഞു. അങ്ങനെയാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അന്ന് തുടങ്ങിയ പകയാ അവൻക്ക് എന്നോട്. അതൊരിക്കലും തീരില്ല. അതിനുവേണ്ടി കരുവാക്കിയത് ചിന്നുവിനെയും. എന്നാലും ഹോബിച്ചായ എനിക്ക് മനസ്സിലാവാത്തത്, ആരായിരിക്കും റെക്സിയോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചിട്ടുണ്ടാവുക? എന്നിട്ട് അതെല്ലാം അവൻ്റെ തലയിലാക്കുകയും ചെയ്തു. ആരായിരിക്കും? പക്ഷേ അതാരാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. പപ്പക്ക് ഇങ്ങനെ മനസ്സിലായി. ഇപ്പോഴും അവൻ്റെ കൂടെ നടന്ന് അവനിട്ട് പണിയുന്ന അവൻ്റെ സ്വന്തം കൂടപ്പിറപ്പെന്ന് കരുതുന്ന ഫെലിക്സ്, അവനല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയേ? പപ്പ എന്താ പറയുന്നത്? ഫെലിക്സോ? പപ്പയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവനാണോ ഹോബിച്ചായ ഇതിനൊക്കെ പിന്നിൽ? അതെ, ഫെലിക്സ് തന്നെയാ കൂടെ നിന്ന് ചതിക്കുന്ന ചെകുത്താൻ. എന്നാലും പപ്പയ്ക്ക് എങ്ങനെ മനസ്സിലായി? പറയാം. അന്ന് അർജുന അന്വേഷിച്ച് ചിന്നു മുംബൈയിലോട്ട് എന്നെ പറഞ്ഞയച്ചപ്പോൾ അവൾ തന്ന അഡ്രസ്സും വെച്ച് ഞാൻ എത്തിപ്പെട്ടത് ഈ പറയുന്ന ഫെലിക്സിൻ്റെ അടുത്താണ്, അവൻ്റെ ഒറ്റ സുഹൃത്ത്. അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അവനൊരു കൊലപാതകിയാണ്. അതവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കൂട്ടുകാരനാകുമ്പോൾ എല്ലാ സത്യങ്ങളും അറിയായിരിക്കുമല്ലോ. പിന്നെന്തുകൊണ്ടാ അവൻ എന്നോട് കള്ളം പറഞ്ഞത്? അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചാ ഞാൻ നാട്ടിലോട്ട് മടങ്ങി.
അന്ന് തൊട്ട് എനിക്ക് അവനായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ആ കോണ്ടാക്റ്റ് വെച്ചാ ഇന്ന് ചിന്നു നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും. അതെങ്ങനെ പപ്പ? അവനായിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ? ശരിയാ, അവനായിട്ടും കോണ്ടാക്റ്റ് എനിക്ക് അന്ന് തൊട്ടേ ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൻ അങ്ങനെയൊക്കെ അത്ര വൃത്തികെട്ട രീതിയിൽ ഒരു ക്രിമിനലായിട്ടാണ് എൻ്റെ മുന്നിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് വെറുപ്പായി. മാത്രമല്ല, അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. പക്ഷെ അത് റെക്സി ആണെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അവൻ്റെ പേര് അർജുനല്ല, റെക്സി ആണെന്നൊക്കെ എനിക്ക് വെളിപ്പെട്ടപ്പോൾ അതും ഞാൻ അവനോട് പറഞ്ഞു. അപ്പോഴാ അവൻ പറഞ്ഞ് അവനൊരു ഫ്രോഡാണ്, ഇതുപോലെ ഒരുപാട് പേരെ അവൻ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അവനെപ്പോലെ ഒരുത്തിന് എൻ്റെ മോക്ക് വേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് തിരികെ നാട്ടിലോട്ട് വന്ന് അവളോട് അങ്ങനെയൊക്കെ അവൻ മരിച്ചെന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ചിന്നുവിനെ കൊണ്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്കിയൊക്കെ എന്തൊക്കെ നടന്നു നിങ്ങൾക്കറിയാലോ. അവൻ അവളെ കൊണ്ട് പോയല്ലോ. അതിനുശേഷം ഇവൻ്റെ കോണ്ടാക്റ്റ് എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അവനാ എന്നോട് എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവൾ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വിളിച്ചു പറഞ്ഞതും അവളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ സഹായിച്ചതൊക്കെ ഫെലിക്സ് തന്നെയാണ്. അതിന് വേറൊരു റീസണും ഉണ്ട്. റെക്സിയുടെ അടുത്തുനിന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ അവനക്ക് ഇവിടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പ എന്തൊക്കെയാ പറയുന്നത്? എന്തുദ്ദേശിച്ചാ അങ്ങനെ ഒരു വാക്ക് കൊടുത്തേ? അത് മോനെ, അവൻ്റെ അന്നത്തെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ റെക്സിയുടെ കയ്യിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അവൻ്റെ ആ നല്ല മനസ്സ് കണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ചിന്നുവിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് തരാമെന്ന്. പക്ഷേ ഇന്നിവിടെ ഹോബി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പം തന്നെ ആളെ മനസ്സിലായി, അത് ഫെലിക്സ് ആണെന്ന്. എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. ഛേ, ആ ഫെലിക്സിനെ കൂടെ നിന്ന് ചതിക്കാൻ എങ്ങനെ തോന്നി? എന്റെ ഇച്ചാൻ ഇപ്പോഴും അവനെ വിശ്വസിച്ചിരിക്കല്ലേ? നമ്മൾ എങ്ങനെയാ ഇതൊക്കെ ഇച്ചാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? അതോർത്ത് മോള് വിഷമിക്കണ്ട. അവനെ വിശ്വസിപ്പിക്കാനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനനുസരിച്ചുള്ള സാഹചര്യം എനിക്കിതുവരെ ഒത്തു വന്നിട്ടില്ല. മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ ഫെലിക്സ് എന്തിനാണ് അവരെയൊക്കെ കൊന്നത്? അതിന്റെ റീസൺ എന്താ? അത് നിനക്കറിയാവോ? എല്ലാം അറിയാം മമ്മി. എല്ലാം അറിഞ്ഞിട്ടാ മമ്മിയുടെ മുന്നിൽ ഇപ്പോൾ ഈ ഹോബി നിൽക്കുന്നത്. പക്ഷേ അത് ഞാനിപ്പോൾ തന്നെ നിങ്ങളോട് ആരോടും പറയുന്നില്ല. സമയാവട്ടെ, ഞാൻ പറയാം. ഹോബി, നമുക്കെല്ലാം അവസാനിപ്പിക്കണം. എല്ലാ സത്യങ്ങളും റെക്സി അറിയണം. എത്രയെന്ന് വെച്ചിട്ടാ നീ സാഹചര്യം ഒത്തുവന്ന് പറയാൻ നിൽക്കുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ മനസ്സിലൊരു വഴിയുണ്ട്. അതിനനുസരിച്ച് മതി ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പപ്പ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, ആ ബാസ്റ്റേഡിന് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അതങ്ങ് നടത്തി കൊടുക്കാന്നേ. ഏയ്, നിങ്ങളാരും പാനിക്കാവൊന്നും വേണ്ട. ആ പേരും പറഞ്ഞ് അവനെ ഇവിടെ വരുത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ റെക്സിയെയും നിങ്ങളിവിടെ വരുത്തണം. എന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കണം. അത് കൊള്ളാം പപ്പ. ഈ ഐഡിയ ബെസ്റ്റാ. അവനിവിടെ എത്തിക്ക്. തത്ത പറയുന്ന പോലെ എല്ലാ സത്യങ്ങളും നമുക്ക് അവനെ കൊണ്ട് പറയിക്കാം. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കേണ്ട സമയമായി മോനെ. നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വാ. അങ്കിൾ, അതിന് ചിന്നു സമ്മതിച്ചോ? മോനെ ഫെലിക്സെ, നീ അതോർത്ത് ഒന്നും വിഷമിക്കണ്ട. എല്ലാതും ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ അധികം നേരം ഇങ്ങനെ സംസാരിക്കണ്ട. നിൻ്റെ അടുത്ത് തന്നെ മറ്റേ റാസ്കലുണ്ടാവുമല്ലോ, അവനറിയാതെ നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് ചാടാൻ നോക്ക്. ഓക്കെ? ഓക്കെ അങ്കിൾ, ഇവിടുന്ന് ചാടുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ എനിക്ക് ഈസിയാ. എന്നാൽ ശരി, ബൈ. എന്താടാ നീ എന്താ ആലോചിക്കുന്നത്? കുറേ നേരമല്ലോ. എന്താടാ കാര്യം? ഒന്നുമില്ലടാ, ഞാൻ നിച്ചുവിനെയും അമ്മേനെയൊക്കെ ഒന്ന് ഓർത്തുപോയി. അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കല്ല ലക്സി. അതൊന്നും എങ്ങനെ ഓർമ്മിപ്പിക്കാതിരിക്കും?
അവരൊക്കെ കൊന്നിട്ട് മറ്റവനിവിടെ സുഖിച്ച് ജീവിക്കല്ലേ. എനിക്കതൊന്നും പിടിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല റെക്സി. അങ്ങനെയെങ്കിൽ നീ അവനെ ജീവനോടെ വെക്കുവോ? അവൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞ് ആ ചിന്നുവിനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നഷ്ടപ്പെട്ടത് നമുക്കല്ലേ. ആ വേദന അവൻ അറിയണ്ടേ. അത് അവൻ്റെ പെങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാവരുത്. അങ്ങനെ ചെയ്താൽ നമ്മളും അവനും തമ്മിൽ എന്താ വ്യത്യാസം? അവനക്കിട്ട് കൊടുക്കാനുള്ളത് അവനിട്ട് തന്നെ കൊടുക്കണം. ഇനി അവനെ ജീവനോടെ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ കൊന്നോളാം ആ ബാസ്റ്റേഡിനെ. നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവൻ ഈ വിലസ് ജീവിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. യെസ്, യു ആർ റൈറ്റ്. അവൻ ഇനി വേണ്ട. അവനെ തീർക്കേണ്ട സമയമായി. മോളെ ചിന്നു, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇത് ഒറിജിനൽ അല്ല, ഇത് ഫേക്കാണ്. മോൾ ഇതിൽ എന്തായാലും സൈൻ ചെയ്യണം. ഇത് നമുക്ക് റെക്സിയുടെ കയ്യിൽ എത്തിക്കുകയും വേണം. അവിടുന്ന് ഇത് ഫെലിക്സും കാണണം. എങ്കിലേ അവനും കുറച്ചും കൂടി ഇത് വിശ്വാസയോഗ്യമാവുള്ളൂ. അവന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്തോ എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. ഇച്ചാൻ പൊട്ടിത്തെറിക്കാൻ ഞാൻ മതി. നിന്റെ ഇച്ഛയും കുറച്ച് പൊട്ടിത്തെറിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അവക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നെ ഒഴിവാക്കാൻ മാത്രമായോ? പൂജ മാത്യൂസ്, കാണിച്ചു തരാം നിനക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ്. ഇല്ല, ഇതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാളായിരിക്കും. ലെക്സി, ഇനി ഒന്നും നോക്കണ്ട. ആ പന മോനെ തീർത്തേക്ക്. എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ നീ എത്തിക്കണം. ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നേ. എന്തേ നിനക്ക് ഇത്ര സമയം വൈകി? എന്തായാലും ഇനി അവനെ കൊണ്ട് ഞാൻ വരൂ. മതി, അവനെ കൊണ്ട് മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി. പൊക്കോ. എവിടെയാണെങ്കിലും അവൻ്റെ വിവരം നീ എനിക്ക് തന്നിരിക്കണം. ഓക്കേടാ, ഞാൻ പോയിട്ട് വരാം. എന്താണ് മോളെ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? എന്താലോചിച്ചിരിക്കുക? അത് എനിക്ക് ഇച്ചാനെ കാണാൻ തോന്നുക. നിനക്ക് നിന്റെ ഇച്ഛാനെ ഇപ്പൊ കാണണോ? അങ്ങനെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ കൂടെ വാ. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ മുന്നിൽ എത്തിച്ചേരാം. ഒരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് വിളിച്ചാലോ? അതെ, അതാ നല്ലത്. കോളൊക്കെ ചെയ്തു തരാം. പക്ഷെ ഞാൻ പറയുന്ന പോലെ തന്നെ നീ പറയണം. എന്നാലേ നിന്റെ ഇച്ഛാൻ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇവനെന്തിനാ എന്നെ വിളിക്കുന്നേ? വിളിക്കട്ടെ, കാണിച്ചു തരാം ഞാൻ. ഹലോ മിസ്റ്റർ അളിയ, സുഖല്ലേ തനിക്ക്? ഞാനൊരു സാധനം അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നു. കിട്ടി ബോധിച്ചു കാണല്ലോ അല്ലേ? പിന്നെ അത് ഞങ്ങളാരും അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചതല്ല, അവളായിട്ട് തെരഞ്ഞെടുത്തതാ. അവക്ക് തന്നെ ഇനി വേണ്ടാന്ന്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ കുഞ്ഞില്ലേ, അവളത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. അവക്ക് തന്നെ പോലെ ഒരാളുടെ കുഞ്ഞിനെ വയറ്റി ചുമക്കാൻ വയ്യെന്ന്. എന്ത് ചെയ്യാനാ, അവളുടെ ആഗ്രഹമല്ലേ. ഞങ്ങളത് നടത്തി കൊടുത്തു. ഏട്ടാ, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയും. പേടിപ്പിക്കാതെടാ. അവക്ക് അവളെ കുഞ്ഞിനെ വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്താടാ? അവളല്ലേ വയറ്റി ചുമക്കുന്നതും പ്രസവിക്കുന്നതും. അവക്കതിന് താല്പര്യമില്ല. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നീ അവളോട് തന്നെ നേരിട്ട് ചോദിക്ക്. ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കാം. മോളെ ചിന്നു, ഇതാ ഫോൺ. സംസാരിക്കേ, നിന്റെ കെട്ടിയോൻ. ഹലോ, എന്താ എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്?
സത്യം സത്യം മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ കുഞ്ഞിനെ നീ കളഞ്ഞോന്ന്? കളഞ്ഞു, സത്യമാണത്. എൻ്റെ ഇച്ഛാൻ നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞു, അതൊക്കെ സത്യാ. പിന്നെ നിങ്ങളുടെ കുഞ്ഞോ? പറഞ്ഞു കേട്ടതൊന്നും നിങ്ങൾ എന്നെ സ്നേഹിച്ചുണ്ടായതാണ് ആ കുഞ്ഞെന്ന്. നിങ്ങളെപ്പോലെ സ്നേഹമില്ലാത്തൊരുത്തൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാ ഞാനതിനെ കളഞ്ഞേ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ഇല്ല, ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല. നിനക്കതിന് കഴിയില്ല ചിന്നു, എനിക്കറിയാം. അത് തൻ്റെ തോന്നൽ മാത്രാ. ഒരുപാട് ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി എത്ര ഞാൻ കാത്തിരുന്നു. ഇല്ല, ഇനിയും എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെയാ നിങ്ങളെപ്പോലെ ഒരുത്തൻ്റെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞത്. അതിലെനിക്കൊരു റിഗ്രറ്റും ഇല്ല. കേട്ടല്ലോ നിന്റെ ഭാര്യ പറഞ്ഞത്. ഇപ്പോഴേലും നിനക്ക് വിശ്വാസമായോ? എന്നാ ശരി, ഞാൻ വെക്കുവാ. ബൈ. ഇതെങ്ങാനും സത്യമായാൽ ചിന്നു, നീ കരയും. ഇതുവരെ കണ്ടതൊന്നും ആവില്ല ഇനി നീ കാണാൻ പോകുന്ന റെക്സി. ജോൺ, പെട്ടെന്ന് എൻ്റെ കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് ഏർപ്പാടാക്ക്. ഓക്കെ സാർ. ഇച്ചായ, ഇത് പണിയാവോ? അങ്ങേര് ഇനി വരാണ്ടിരുന്നാലോ? ഡോണ്ട് വെറി, അവൻ എന്തായാലും വരും. അവൻ റോബാൻ റെക്സ് ആണെങ്കിൽ ഇവിടെ ഇന്ന് എത്തിയിരിക്കും. എന്തായാലും മോളെന്ന് കരുതിയിരുന്നോ. നിനക്ക് 2 എണ്ണം കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് പോ ഹോബിച്ച, മനുഷ്യനെ പറഞ്ഞ് ടെൻഷനാക്കാതെ. ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ. ബി സ്ട്രോങ് മോളൂ, ഓക്കെ? പിന്നെ ഞാനും പപ്പയും പുറത്ത് പോവാട്ടോ. അതാ, ഇച്ചാനും പപ്പയും പുറത്തു പോവാണോ? ഡെന്നി നീനും ഇവിടെ ഇല്ല. ആകെ ഉള്ളത് മമ്മിയാ. മമ്മിയാണെങ്കിൽ എനിക്ക് കിച്ചണിലാവും. എനിക്ക് ബോറടിക്കുമല്ലോ. കുറച്ച് നേരത്തേക്കല്ലേ, നീ അങ്ങ് സഹിക്കും മോളെ. എന്ന് ശരി, ഞാൻ പോയിച്ചു വരാട്ടോ. ഇതാരാ? ഡെന്നി നീനും ആവോ? ആയിരിക്കും, പോയി നോക്കാം. എന്റെ ഈശോയെ, പിന്നീട് ഇത് എത്ര പെട്ടെന്ന് എത്തിയോ? So fast. കർത്താവേ, ഇങ്ങനെ കണ്ടിട്ടെന്നെ പേടിയാവുന്നു. ഇന്നിവിടെ എന്തൊക്കെയാ നടക്കുവോ? നിങ്ങളെന്ത് ഇവിടെ? എന്തിനോട്ട് വന്നേ? ആദ്യം ഞാനൊന്ന് അകത്തോട്ട് കേറട്ടെ ഭാര്യ, എന്നിട്ട് പോരാ. അതിന് താനെന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നേ? അത് കൊള്ളാലോ. എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്തേക്കല്ലാണ്ട് കണ്ടവൻ്റെ ഭാര്യയുടെ അടുത്ത് പോവാൻ പറ്റുമോ? വേണ്ട, എന്റെ അടുത്തോട്ട് വരണ്ട. എന്റെ സ്വഭാവം മാറും. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ. ആഹാ, അത് കൊള്ളാലോ. നിന്നെ ഞാൻ എത്ര കണ്ടതാ ചിന്നു. അതുകൊണ്ട് അത് വിട്. പിന്നെ ഞാനിങ്ങോട്ട് വന്നത് പോവാനല്ലല്ലോ. പോകുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോവത്തുള്ളൂ. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാനൊന്നും വരില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചായിരുന്നല്ലോ, കിട്ടിയില്ലേ നിങ്ങൾക്കത്? ഡിവോഴ്സ് നോട്ടീസ്? അത് നിന്റെ ആങ്ങള പറഞ്ഞ പോലെ എനിക്ക് കിട്ടി ബോധിച്ചു. നീ എന്താ കരുതിയത്? ഫേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ മാത്രം മനസ്സിലാക്കാത്ത പൊട്ടനാണ് ഈ റെക്സിന്നോ? അത് കൊള്ളാലോ. അത് ഫേക്ക് ഒന്നല്ല. നിങ്ങൾ ശരിക്കും പൊട്ടനായതുകൊണ്ടാ നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. അത് ഒറിജിനൽ തന്നെയാ. ഓ റിയലി?
അത് ശരിക്കും ഒറിജിനലായിരുന്നോ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. അതൊക്കെ വിട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ കുഞ്ഞിന് സുഖമല്ലേ? എന്ത് പറയുന്നു? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? ആ കുഞ്ഞിനെ ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞതല്ലേ? പിന്നെന്താ? ചിന്നു, ഇനഫ്. തമാശ നിർത്ത്. അതും എൻ്റെ കുഞ്ഞിനെ വെച്ചിട്ടുള്ള. ഇനി പറ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഫേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക, എൻ്റെ കുഞ്ഞിനെ കളഞ്ഞെന്ന് പറയുക, അതുവഴി എന്നെ ഇവിടെ എത്തിക്കലാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് മനസ്സിലായി. സോ ടെൽ മീ, വൈ ഡിഡ് യു ഡു ഓൾ ദിസ്? ഐ വാണ്ട് ആൻസർ. കം ഓൺ ചിന്നു, സേ. ഞങ്ങൾ എന്തിനാ നിങ്ങളിവിടെ വരുത്താൻ നോക്കുന്നേ? ഇതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്ര. പൂജ, ഡോണ്ട് പ്രൊവോക്ക് മീ. പറ, എന്തിനു വേണ്ടിയാ നിങ്ങളിതൊക്കെ ചെയ്യുന്നേ? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണെങ്കിലും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നെ ഒരു ഭാര്യയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഒരിക്കലും പറയാൻ നോക്കരുത്. പിന്നെ നിങ്ങളെ കുഞ്ഞെന്ന് കുറെ നേരമല്ലോ പറയുന്നു. അത് നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല, എൻ്റെ കൂടെ കുഞ്ഞാ. അതുകൊണ്ടാണ് അത് ഇന്ന് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. പിന്നെ നിങ്ങളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെയാ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിയല്ലോ. അതെന്തിനാണെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ അറിയണ്ട. കുറച്ചു കഴിഞ്ഞാൽ താനെ മനസ്സിലാവും. അപ്പൊ അറിഞ്ഞാ മതി. ഓ, അങ്ങനെയാണോ? അങ്ങനെങ്കിൽ എനിക്ക് അറിയണമെന്നില്ല. ഞാനിങ്ങോട്ട് വന്നത് അതൊന്നും അറിയാനല്ല, നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാനാ. മതി ഇവിടുത്തെ പൊറുതി. നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലോട്ട് പോവാം. ഓക്കെ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിട്ടെ, ഞാനൊന്നും വരുന്നില്ല. ഇവിടെ നീ അങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെയിട്ട് പോവാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. നീ എൻ്റെ ഭാര്യയും അകത്ത് കിടക്കുന്നത് എൻ്റെ കൊച്ചുമായി പോയില്ലേ? നീ വന്നേ പറ്റുള്ളൂ ചിന്നു. നീ ഇവിടെ ഒട്ടും സേഫ് അല്ല. വാ, നമുക്ക് പോവാം. പിന്നെ എന്നെ സ്നേഹിക്കാത്ത നിങ്ങളുടെ കൂടെയാണ് എനിക്ക് സേഫ്റ്റി? പറ, നിങ്ങളുടെ കൂടെ എന്ത് സേഫ്റ്റി എനിക്കുള്ളത്? നിങ്ങൾക്ക് തോന്നുമ്പോ അടിക്കാനും നിങ്ങൾക്ക് തോന്നുമ്പോ ഇട്ട് യൂസ് ചെയ്യാനുള്ളതല്ല ഞാൻ. മതി, നിങ്ങളുടെ കൂടെ ഒന്നും ഞാനില്ല. ചിന്നു, ജസ്റ്റ് ഷട്ട് അപ്പ്. നിന്റെ ലൂസ് സ്റ്റോക്ക് നിർത്ത്. എൻ്റെ കൂടെ വരാൻ നോക്ക്. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങളുടെ കൂടെ ഞാനില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അടങ്ങി നിൽക്ക്. കളിക്കല്ല, നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ചിന്നു, എന്നെ നോക്ക്. എൻ്റെ സ്വന്തം എന്താ പറയാൻ? എനിക്ക് നീയും നമ്മുടെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. നിങ്ങളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. അതിന് നിങ്ങൾ രണ്ടുപേരും ഈ നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എൻ്റെ കൂടെ വരില്ലേ? ഞാൻ വരാം ഇച്ചായ. പക്ഷേ ഇച്ചായനും ഹോബിച്ചായനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഇവിടെ തീർക്കണം. അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ വരുള്ളൂ. ഓ, അപ്പോൾ ഞാനും അവനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ അറിഞ്ഞു അല്ലേ? ഞങ്ങൾ തമ്മിലുള്ളത് ഞാൻ ഉടനെ തീർക്കുന്നുണ്ട്. നീ ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ നോക്ക്. ഇച്ചായ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഹോബിച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞു. ഇച്ചായൻ വിചാരിക്കുന്ന പോലെ ഹോബിച്ചായനല്ല അതൊന്നും ചെയ്തത്. സ്റ്റോപ്പ് ഇറ്റ് ചിന്നു. അവൻ്റെ വക്കാലത്ത് കൊണ്ട് നീ എൻ്റെ അടുത്ത് വരണ്ട. നിനക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കാ. സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച അവൻ എന്നെ ചതിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് എന്തുകൊണ്ടെന്നറിയോ? അവനെപ്പോലെ തരം താഴ്ന്ന ഒരുത്തനല്ല ഞാൻ. പിന്നെ നിന്നെ ഞാൻ എൻ്റെ ജീവനിലേറെ സ്നേഹിച്ചു പോയി. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീ എൻ്റെ കൂടെ ഇപ്പം വരണം. വാ.
ഇജയ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നോടല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ അങ്ങ് കൊണ്ടുപോവല്ലേ അളിയാ.